ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ കാണുന്നുണ്ട്. ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ ചെയ്യാത്തത് എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. കൂടുതൽ പേര് ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമുക്കിങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ബാക്കി മാക്സിമം പറ്റുന്നത്ര Q&A ചെയ്യാം. സോ നമ്മൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിപ്പിൾ കൺഫ്യൂഷൻ മാറ്റാൻ പറ്റുമോ? അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബ്രസ്റ്റിൻ്റെ നിപ്പിള് കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മൾ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കുഞ്ഞ് വലിക്കുമ്പോൾ പാല് കിട്ടില്ല. കുഞ്ഞ് 2-3 പ്രാവശ്യം വലിക്കുമ്പോഴാണ്, അതായത് നിപ്പിളിന് ചുറ്റുമുള്ള ബ്ലാക്ക് ഏരിയയിൽ കുഞ്ഞ് വലിക്കുമ്പോഴാണ് അമ്മയുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മിൽക്ക് ഇജക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ആദ്യം സക്കിങ് കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് വലിക്കുക തന്നെ വേണം. പിന്നെ നമ്മളിപ്പോൾ ബോട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ, ബോട്ടിൽ നമുക്കറിയാം അതിൽ ആ സക്കിങ് മെക്കാനിസം വ്യത്യാസമാണ്. ബോട്ടിൽ ജസ്റ്റ് അമർത്തിയാൽ തന്നെ നമ്മൾ കുത്തനെ വെച്ചാൽ മിൽക്ക് കിട്ടും. പിന്നെ ബോട്ടിലുള്ള ഹോള് കുറച്ചുകൂടി വലുപ്പമാണ് ബ്രസ്റ്റിനേക്കാളും. സോ അത് ഈസിയാണ്, ബോട്ടിൽ കുടിക്കുന്നത് ഈസിയാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ നിപ്പിളും മദറിൻ്റെ നിപ്പിളും തമ്മിലും വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? സക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തായിരിക്കും, ജനറലി ഈസി ആയിട്ട് കിട്ടുന്നതിലേക്ക് മാറും. അപ്പോൾ കുട്ടി വിചാരിക്കും, എനിക്ക് ചിലതിൽ സക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, ചിലതിലൊരു 3-4 സക്കിങ് എൻ്റെ എഫേർട്ട് വെറുതെ ആണല്ലോ, പിന്നെയും കുറച്ചായിട്ടാണല്ലോ വരുന്നത് എന്നുള്ളത് തോന്നൽ കുഞ്ഞിന് വരികയും, അപ്പോൾ കുഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മുടെ മദറിൻ്റെ നിപ്പിള് കുടിക്കാൻ വിമുഖത കാട്ടുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞ് കുടിച്ചാലല്ലേ അമ്മയുടെ ശരീരത്തിൽ പാലുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുന്ന ടെക്നിക്ക് തന്നെ. കുഞ്ഞ് വലിക്കുമ്പോഴാണ് അമ്മയുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അപ്പോൾ കുഞ്ഞ് കൺഫ്യൂഷനായിട്ട് അമ്മയുടെ പാല് കുടിക്കില്ല, കൂടുതലായിട്ടും ബോട്ടിൽ ഫീഡിലേക്ക് പോകും. അപ്പോൾ ഇത് മാറ്റാൻ എന്താ വഴിയെന്ന് വെച്ചാൽ സിമ്പിളാണ്. ബോട്ടിൽ ഫീഡ് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ബോട്ടിൽ ഫീഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താം. പാലട അല്ലെങ്കിൽ ഗോകർണം എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു ചിരാത് പോലത്തെ ഒരു പാത്രം കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്ത് കുഞ്ഞിന് പാല് കൊടുത്തോളൂ. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനിങ്ങനെ കോരി കൊടുത്തിട്ട് കിട്ടുന്ന രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അല്ലാത്ത സമയം ഫസ്റ്റ് തന്നെ അമ്മയുടെ ബ്രസ്റ്റ് വലിപ്പിച്ച ശേഷം മാത്രം ഈ പാലട എന്നുള്ള പാത്രത്തിൽ കൊടുക്കുക. സ്പൂണിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി കൊടുക്കുമ്പോൾ കുഞ്ഞിന് അതിനൊട്ടും ക്ഷമ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഇതാണ് നമുക്ക് നിപ്പിൾ കൺഫ്യൂഷൻ മാറ്റാനുള്ളത്. അല്ലാതെ ബോട്ടിൽ കൊടുത്തോണ്ട് തന്നെ ബ്രസ്റ്റും കുടിക്കണം എന്ന് പറഞ്ഞാൽ അത് മെജോറിറ്റി കുട്ടികൾക്ക് പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ എപ്പോഴും നോട്ട് ബോട്ടിൽ തന്നെയാണ് അപ് ടു 6 months എന്തായാലും. ബാക്കി 6 months കഴിഞ്ഞിട്ടും നമ്മൾ അധികം വേണ്ടാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വല്ലാണ്ട് ഇൻഫെക്ഷൻസ് നമ്മൾ കാണാറുണ്ട്. ചെവിയിലെ ഇൻഫെക്ഷനും വയറ്റിളക്കവും അങ്ങനെ കൂടുതൽ ഇൻഫെക്ഷൻസ് ബോട്ടിൽ ഫെഡ് ബേബീസിലാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ആ സംശയം ക്ലിയർ ആയി വിശ്വസിക്കുന്ന പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.